ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വർത്താനം? അപ്പോൾ ഇന്നത്തെ വീഡിയോ അച്ചാച്ചീനെയും കൊണ്ട്, അതായത് അമ്മേൻ്റെ അച്ഛനെയാണ് കേട്ടോ ഞങ്ങൾ ഈ അച്ചാച്ചീനെയും വിളിക്കുന്നത്. അപ്പോൾ അച്ചാച്ചീനെയും കൊണ്ട് ഞങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോകാം കേട്ടോ. അവൾക്ക് കുറച്ച് വയ്യായികളുണ്ട്, അപ്പോൾ അതിനൊക്കെ കാണിക്കാൻ വേണ്ടി പോവാണ്. ചേച്ചി റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. രാവിലത്തെ ഒരു മോർണിംഗ് കണ്ടോളൂ. രാവിലത്തെ ഒരു മോർണിംഗോ എന്തായാലും കയ്യിൽ നിന്ന് പോയി ഞാൻ പോട്ടെ. സുന്ദരനായോക്കട്ടെ ഫോട്ടോ എടുത്ത്. ഇപ്പോഴും ഓളം ഒരുക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പേരും ഒരുക്കം എങ്ങോട്ടാന്നാ വിചാരം, പെണ്ണാണാനാന്ന് വിചാരിച്ചു. എന്തായാലും ഒരുക്കോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇറങ്ങി. അപ്പോഴും താണ്ടേ റെഡി ആയതുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അപ്പം ഇനി ഇവിടെ നിന്നിട്ട് ബസ് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ കേട്ടോ. അങ്ങനെ ഇതാ ഫസ്റ്റത്തെ ബസ് കയറി നേരെ കോഴിക്കോടേക്ക്. അപ്പോൾ രാവിലെ തന്നെ ഒരു ആക്സിഡൻറ്റും കണ്ടു. ഡ്രൈവർ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് പറയണേക്കണേ, അറിയില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ നിലമ്പൂർപ്പാടിനെ പറ്റി? ആ നിലമ്പൂർപ്പാട് നടക്കുന്ന സ്ഥലമാണ് കേട്ടോ അത്. പിന്നെ നേരെ ഞങ്ങൾ എന്താ പറയുക അവിടെ എത്തി. നേരെ ചായ കുടിക്കാമെന്ന് വിചാരിച്ചു. ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അതൊക്കെ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൻ്റെ അവിടേക്ക് നടന്നു പോകണമല്ലോ. അപ്പോൾ നടന്നു പോയി. ന്യൂറോനെയാണ് കേട്ടോ കാണിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ അവിടെ വലിയ തിരക്ക് ഉണ്ടായിരുന്നു, എന്നാലും വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല എന്ന് വേണം പറയാൻ. സാധാരണ മെഡിക്കൽ കോളേജ് കാണുന്ന തിരക്കൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു 2 ഡോക്ടർ ആയതുകൊണ്ടാണോ, ഇനി എല്ലായിടത്തും 2 ഡോക്ടർ ആണോ എന്നും എനിക്കറിയില്ല കേട്ടോ. അറിയാത്ത കാര്യം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ചേച്ചി അതാ വഴി പോണു, ചേച്ചി ഇതാ ഈ വഴി വരുന്നു. അപ്പോൾ ചെന്നപ്പോൾ ഇതാണെന്ന് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇതായിരുന്നു. ഞങ്ങൾക്ക് അപ്പുറം മാറിപ്പോയതാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ചായിട്ട് നിന്നപ്പോൾ ഡോക്ടർ ഇതിന് പോയതാണ്, റൗണ്ട്സിന് പോയതായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് കാണിക്കലൊക്കെ കഴിഞ്ഞ് നേരെ ഞങ്ങൾ പുറത്തിറങ്ങി വേഗം ബസ് പിടിക്കണമല്ലോ എന്ന് വിചാരിച്ചു പോന്നു. അപ്പോൾ ബസ്സിൽ വിചാരിച്ചിട്ടൊരു വീഡിയോ എടുത്തപ്പോഴേക്കും മടിയായി, ആൾക്കാർ നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ കുഴപ്പമില്ല വെച്ചു. പിന്നെ ഞങ്ങൾ നേരെ നിലമ്പൂർ എത്തിയപ്പോൾ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ ഉമ്മച്ചീൻ്റെ ബിരിയാണി കഴിക്കാൻ വേണ്ടി കയറിയത്. ഞാൻ ഫസ്റ്റ് ടൈം കഴിക്കും. അപ്പോൾ സംഭവം അടിപൊളി സാധനമാണ്. നമ്മളെ നിലമ്പൂർ സ്റ്റാൻഡിൻ്റെ അവിടെ അടുത്തായിട്ടുള്ളതാണ്. ഉമ്മച്ചി ബിരിയാണി എന്ന് അങ്ങാണ്ടാണ് അതിന് പറയുക. അപ്പോൾ നല്ല സൂപ്പർ ബിരിയാണിയാണ്. ബിരിയാണി കഴിച്ച് നേരെ ഞങ്ങൾ വീട്ടിലേക്ക് കിട്ടും. എന്നാൽ 5 ബസ്സാണ് കയറിയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ